കൊണ്ടുവന്നു. തൃപ്പൂണിത്തറയിൽ ചിഹ്നമില്ലാത്തൊരു ഡോക്ടർ മത്സരിപ്പിച്ചു നോക്കി, പൊട്ടി, തോറ്റു. അത് കഴിഞ്ഞ് പുതുപ്പള്ളിയിലേക്ക് വന്നു, കുഞ്ഞൂനിന്റെ മകനെ തോൽപ്പിക്കാൻ ഒരു യുവ നേതാവിനെ ഇറക്കി നോക്കി, അവിടെയും തോറ്റു. എന്നിട്ട് അവർ നേരെ വന്ന് പാലക്കാട്ടേക്ക് വന്നിട്ട് BJP-യെ കൂട്ടുപിടിച്ചിട്ട് UDF-നെ തോൽപ്പിക്കാൻ ശ്രമിച്ചു, അവിടെയും നമ്മൾ ജയിച്ചു. അവസാനം നിലമ്പൂരിൽ ഇറങ്ങിയപ്പോ, നിലമ്പൂരിൽ അൻവർ ഇല്ലെങ്കിൽ തോറ്റുപോകുമെന്ന് പറഞ്ഞപ്പോ PMA സലാം സാഹിബിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗിന്റെ നേതൃത്വം പറഞ്ഞത്, മലപ്പുറം ജില്ലയിൽ വന്നിട്ട് കോൺഗ്രസ് തോറ്റു കഴിഞ്ഞാൽ അതിന്റെ ഭീഷണി, അതിന്റെ സങ്കടം ഞമ്മക്കാണ്, അതുകൊണ്ട് അങ്ങനെ തോൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായ ഒരു ഭൂരിപക്ഷം കൊടുത്ത് നമ്മൾ നിലമ്പൂരും ജയിച്ചു. തെരഞ്ഞെടുപ്പുകളുടെ വിജയഗാഥകൾക്ക് ശേഷം എല്ലാ അണിയറകളിലും മൈക്രോ മാനേജ്മെന്റ് ഇലക്ഷൻ സ്ട്രാറ്റജിയുടെ സിസ്റ്റം പ്രകടിപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി സർവ്വസന്നദ്ധമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നോ, പ്രവാസി സുഹൃത്തുക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിനുള്ള പോർവിളി ഉണ്ടാവാനും നിങ്ങളാൽ കഴിയുന്ന തരത്തിൽ ഈ രാഷ്ട്രീയത്തിന്റെ അജയ്യമായ പോരാട്ടത്തിൽ നിങ്ങളുടെ ഇടം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരുണ്യത്തിന്റെ കമനീയമായ ഒരു കൈരളി ഒരു ഹസ്തം നിങ്ങൾ നീട്ടുകയാണ്. എത്ര പേരാണ്, 4 പേര് ഈ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടപ്പോൾ അവർക്ക് സഹായം നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എത്രയോ മനുഷ്യരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. നിങ്ങളുടെ പങ്കിൽ നിന്നൊരു പാതി ഒരു മനുഷ്യന് കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് KMCC-കാരൻ എല്ലാ കാലത്തും സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ ബോധവും കാരുണ്യ ബോധവും ഒക്കെ കാണിക്കുന്നതാണ്. ബട്ട് ലെറ്റ് മീ ടെൽ യു വൺ ബ്യൂട്ടിഫുൾ ട്രൂത്ത്. ഈ പതാക ഇല്ലെങ്കിൽ, ഈ രാഷ്ട്രീയമില്ലെങ്കിൽ കാരുണ്യഹസ്തങ്ങളില്ല, സംഘടനകളില്ല, പാർട്ടി ഓഫീസുകളില്ല, നമ്മുടെ മഹല്ലുകളില്ല, നമ്മുടെ മദ്രസകളില്ല, നമ്മുടെ സംവിധാനങ്ങളില്ല. നിലനിൽപ്പിന്റെ ഏറ്റവും മനോഹരമായ അടിസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് ഈ രാജ്യത്ത് സമ്പൂർണമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്. ആ ഒരു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.